നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ലിറ്റിൽ കിച്ചന്റെ ഒരു അതിമനോഹരമായ എപ്പിസോഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. വിനോദവും വിജ്ഞാനവും നിറഞ്ഞ ലിറ്റിൽ കിച്ചന്റെ എപ്പിസോഡിലേക്ക് നമ്മുടെ കുട്ടി ഷെഫുമാർ എത്താനുള്ള സമയം എത്തിയിരിക്കുകയാണ്. നമുക്ക് അവരെ സ്വാഗതം ചെയ്യാം. സ്വാഗതം. ഗായത്രി വിദ്യാമന്ദിറിൽ പഠിക്കുന്നു. എനിക്ക് പാചകം ചെയ്യാൻ ഇഷ്ടമാ. ഇത് എന്തുവായി ഇട്ടിരിക്കുന്ന കയ്യില്? ഇത് ആരാ വാങ്ങി തന്നെ? അമ്മ. എന്തൊക്കെ ജോലികളാ വീട്ടിൽ ചെയ്യുന്നത് സ്ഥിരമായിട്ട്? മാഗി ഉണ്ടാക്കും, പിന്നെ സാമ്പാർ. എന്റെ ദൈവമേ. മോളെ ഒന്ന് പരിചയപ്പെടട്ടെ. എൻ്റെ പേര് വൈഷ്ണവി ഹരികുമാർ. നാവായിക്കുളം ഗവൺമെന്റ് LPSൽ 3rd സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. എനിക്ക് കുക്കിംഗ് വളരെയധികം ഇഷ്ടമാണ്. സിൻഡ്രല്ലെ പോലുള്ള ഉടുപ്പൊക്കെ ഇട്ട് ഒരാള് വളരെ രാജകുമാരിയെ പോലെ ഇവിടെ വന്നിട്ടുണ്ട്. എന്തൊക്കെ ചെയ്യാൻ അറിയാം ശരിക്കും? എന്തൊക്കെ ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാം? മുട്ട ചിക്കിയത്, നൂഡിൽസ്, പിന്നെ സാൻഡ്വിച്ച്. അമ്മയ്ക്ക് എന്തൊക്കെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട് വീട്ടില്? പാത്രങ്ങളൊക്കെ കഴുകി വെക്കും. റൂമൊക്കെ ക്ലീൻ ചെയ്യും. ഹായ്, എൻ്റെ പേരാണ് ഏഞ്ചൽ ടിസ സെബാസ്റ്റ്യൻ. ഞാൻ വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ചിറ്റാർക്കാൽ എന്ന സ്ഥലത്തു നിന്നാണ്. ഞാൻ പഠിക്കുന്നത് സെന്റ് മേരീസ് ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ ചിറ്റാർക്കാൽ. ഞാൻ 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അല്ലല്ല, മാരീഡ് ആണോ? അല്ല. പിന്നെന്താ ഇവിടെ ഒരു കുറിയൊക്കെ? അത് തലയെ കുത്തുന്നതാ. തലയെ കുത്തുന്നതാണ്? ഒരു തലയിലല്ലല്ലോ, നെറ്റിയിലല്ലേ കുത്തിയിരിക്കുന്നത്. ഒത്ത നടുക്കതാ. ഇതൊന്ന് നോക്കിക്കേ, എല്ലാരും ഇതൊന്ന് കണ്ടേ, നോക്ക്. എൻ്റെ പേര് വിസ്മയ. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. കുക്കിങ്ങിന് ഞാൻ അമ്മയെ വളരെയേറെ സഹായിക്കുന്നുണ്ട്. എനിക്ക് കുക്കിങ്ങിനോട് വളരെ താല്പര്യമുണ്ട്. എന്തൊക്കെയാണ് അവതരിപ്പിക്കുന്നത് വീട്ടില്? ഞാൻ അമ്മയെ സഹായിക്കാറുണ്ട്. അമ്മയെ സഹായിക്കുക. എന്തൊക്കെയാ സഹായിക്കുന്നത്? പാചകം ചെയ്യാനും പിന്നെ വീട് വൃത്തിയാക്കാനൊക്കെ. അപ്പോ പാചകകലയിൽ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയ ഇവരെയും കൊണ്ട് നമുക്ക് പോവാം നമ്മുടെ സ്വന്തം ലിറ്റിൽ കിച്ചണിലേക്ക്. പോവാം. കമോൺ, വന്നോളൂ. അങ്ങനെ നിങ്ങളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന നിങ്ങൾക്ക് പ്രിയപ്പെട്ട നമ്മുടെ സ്വന്തം ലിറ്റിൽ കിച്ചണിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. എല്ലാരും ഹാപ്പി അല്ലേ? ഇപ്പൊ കറക്റ്റ് കണ്ടാലുണ്ടല്ലോ 5 സ്റ്റാർ ഹോട്ടലുകാരൊക്കെ നിങ്ങൾ തട്ടിക്കൊണ്ടു പോവും. അതുപോലല്ലേ നല്ല അടിപൊളി ഏപ്രൺ ഒക്കെ ഇട്ട് തൊപ്പിയൊക്കെ വെച്ച് സ്റ്റൈലായിട്ട് നിൽക്കുന്നതല്ലേ? അപ്പോ ഹോട്ടൽ ഉദയ് സമുദ്രയുടെ എക്സിക്യൂട്ടീവ് ഷെഫായ റെനോൾ സാറിനെ നമുക്ക് ഇങ്ങോട്ട് വിളിക്കാം. വലിയൊരു കയ്യടി കൊടുക്കാം അങ്കിളിന്. അപ്പോ ഇന്നത്തെ നമ്മുടെ കുട്ടി ഷെഫുമാർ ഇവരൊക്കെയാണ്. മാസ്റ്റർ ഷെഫ് ഇദ്ദേഹമാണ്. ഇദ്ദേഹത്തിന് ഒരുപാട് വെസ്റ്റേൺ ഡിഷസ് ഒക്കെ ഉണ്ടാക്കാൻ അറിയുന്നതാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ പൊക്ക നമ്മൾ നല്ല തട്ടുമ്പുറത്തൊക്കെ കയറ്റി നിർത്തിയിരിക്കുകയാണ്. അപ്പോ ഇന്ന് എന്താണ് ഇവര് നമുക്ക് വേണ്ടിട്ട് ഉണ്ടാക്കി തരാൻ പോകുന്നത്? ബ്രേസ്ഡ് ക്യാബേജ് വിത്ത് ഗ്രിൽ ചിക്കൻ. എനിക്കിതൊന്നും പറയാൻ പറ്റുന്നില്ല കേട്ടോ. കഴിച്ചിട്ട് ഞാൻ പറയാം. നല്ലതാണെങ്കിൽ പറഞ്ഞാൽ മതിയല്ലോ, ചീത്തയാണെങ്കിൽ പറയണ്ട. നമുക്ക് 10 മിനിറ്റ് തന്നിരിക്കുന്നത്. ആ 10 മിനിറ്റിനുള്ളിൽ ഇത് രണ്ടും ചെയ്ത് തീർക്കണം. പിന്നെ ക്യാബേജ് കട്ട് ചെയ്യുമ്പോഴും അത് ആപ്പിൾ കട്ട് ചെയ്യുമ്പോഴും എന്ത് കട്ട് ചെയ്യുമ്പോഴും അത് വളരെ ഭംഗിയായിട്ട് കട്ട് ചെയ്യണം. കൈയൊന്നും മുറിക്കരുത്. കൈ മുറിച്ചാൽ ഞാൻ മാർക്ക് കുറയ്ക്കും. അയ്യോ, മാർക്ക് കുറയ്ക്കരുത് കേട്ടോ. ഭംഗിയായിട്ട് ചെയ്യാം. ഓക്കെ, സോ അപ്പോ your time starts now. കരയാൻ തുടങ്ങിയോ? ഇപ്പഴേ കരയാൻ തുടങ്ങി. എങ്ങനെയാ എന്റെ മാർക്ക് തരാം ഞാൻ. കരയണ്ട, മാർക്ക് തരാം.
കാല് പിടിക്കാൻ വേണ്ടിട്ട്. മോള പിന്നെ പേസ്റ്റ് ഒക്കെ തൂക്കണപ്പോ എനിക്ക് തോന്നി സാറെ വീട്ടിലെ അമ്മച്ചിമാരൊക്കെ കല്ലില്ലേ വറുത്ത മീൻ അരച്ചിട്ട് തൂക്കത്തില്ല അതുപോലെ. ഇവിടെ ക്യാബേജ് ഒക്കെ കുക്ക് ചെയ്ത് റെഡിയാക്കി പ്ലേറ്റ് ആക്കിയിട്ട് കഴിഞ്ഞു. എന്റെ അമ്മേ, നല്ല ചൂട് നല്ല പാനാണ്, അതിടുമ്പോ പറ്റി ഇടണം കേട്ടോ. തെറിക്കരുത് കുഞ്ഞിന്റെ മുഖം മാറ്റി വെച്ചോളൂ. സ്റ്റൈലായിട്ടല്ലേ ഇടുന്ന ഇടപ്പിലൊക്കെ കണ്ടോ, നോക്കിക്കേ അതൊക്കെ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കിയെല്ലാം ഉണ്ടായിരുന്നു ചെയ്യാൻ. ബാക്കി ചെയ്യാണ്ട് ചെയ്തോളൂ. 10, 9, 8, 7, 6, 5. കിച്ചണൊക്കെ വൃത്തിയാക്കണം, അതിന് മാർക്കുണ്ട്. 4, 3, 2, 1. എന്തായാലും ഈ തീയും പുകയും കൊണ്ടൊക്കെയുള്ള കളി എന്ന് പറഞ്ഞാല് കുട്ടികളെ കൊണ്ട് മാത്രം ചെയ്തതിന് ബുദ്ധിമുട്ടായിട്ട് ഞങ്ങൾ അവരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഭയങ്കര വലിയ മത്സരമൊന്നുമല്ല, കുഞ്ഞുങ്ങൾ എന്തൊക്കെ കാണിക്കുന്നു എന്നൊരു ആകാംക്ഷയ്ക്ക് വേണ്ടി അവരുടെ ഇൻട്രസ്റ്റ് നമുക്ക് അറിയാൻ വേണ്ടി മാത്രമാണ് നമ്മൾ എപ്പോഴും അവരുടെ കൂടെ തന്നെ നിന്നിട്ടാണ് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ കൊണ്ടുവന്നോളൂ. സർ, എങ്ങനെയുണ്ട് ഇവരുടെ ഒരു പ്രസന്റേഷൻ ഒക്കെ? എങ്ങനെയുണ്ട് പ്രസന്റേഷൻ ഒക്കെ? കൊള്ളാം. നോക്കട്ടെ, ടേസ്റ്റ് നോക്കട്ടെ. കറക്റ്റ് ആണോ? കളറൊക്കെ ഇങ്ങനെ തന്നെയാണോ? കളറൊക്കെ ഏകദേശം കറക്റ്റ് ആണ്. ഓക്കെ, പിന്നെ കട്ട് ചെയ്ത് കുറച്ചുകൂടെ ഒക്കെ ഒന്ന് കുറച്ച് ഫൈനായിട്ട് കട്ട് ചെയ്യാമായിരുന്നു. പിന്നെ പ്രസന്റേഷൻ കുറച്ചുകൂടെ ഒക്കെ ഒന്ന് എന്താ പറയാ, പോർഷനൊക്കെ ഒന്ന് കുറച്ചുകൂടെ കുറച്ച്, ക്യാബേജിനെ കുറച്ച്. ഇതിപ്പം പിന്നെ ക്യാബേജിന്റെ പോർഷൻ കൂടുതലാണ്, ചിക്കന്റെ പോർഷൻ കുറവാണ്. ക്യാബേജ് കുറച്ചുകൂടെ ഒന്ന് കുറച്ചിട്ട് സെന്ററിൽ മാത്രം നിൽക്കത്തില്ല, ഇതിലെ മെയിനിൽ ടോപ്പ് ചെയ്ത് ഇതിൽ ചിക്കൻ വെക്കണമായിരുന്നു. പക്ഷെ എന്തായാലും കാണുമ്പോൾ കൊണ്ടല്ല, അവരുടെ ആ പ്രായവും അവരുടെ ആ ഒരു ഇതും കൂടെ നമ്മൾ കണക്കിലെടുത്ത് കഴിഞ്ഞാൽ അവർ ചെയ്തത് നല്ലൊരു കൈയടി കൊടുക്കാം. അതെ അതെ, സത്യമായും കൊള്ളാം. നന്നായിട്ടൊക്കെ വെന്തിട്ടുണ്ട്, നന്നായിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ക്യാബേജ് മാത്രം കുറയ്ക്കാമായിരുന്നു. ഓക്കെ, ചിക്കനെ ഒന്ന് കൂട്ടാമായിരുന്നു. അയ്യോ, ഇതെന്താണ്? കവത്തി വെച്ചിരിക്കുക. കള്ളത്തിനൊക്കെ ഇപ്പഴേ പഠിച്ചേക്കുവല്ലേ? ആഹാ, ടേസ്റ്റ് നോക്കട്ടെ. ദാദാ, മാസ്റ്റർ ഷെഫ് ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ ഇവിടുന്ന് ഉണ്ടായിരുന്നു. ഇതെന്തറിയാമോ, ഇത് നല്ല ജ്യൂസ് നല്ല സോഫ്റ്റ് ആണ്, പിന്നെ കുക്ക് ആയിട്ടുണ്ട്. പക്ഷെ ഒരു കളർ ചേഞ്ച് വന്നത് കുഴപ്പമില്ല, കുറച്ച് കരിഞ്ഞു, കുഴപ്പമില്ല. കട്ടിങ് മാത്രം യൂണിക് ആയാൽ മതി. വലിയ കാര്യം ചെയ്യുന്നു അല്ലേ? അപ്പൊ നമുക്ക് ഇതും കൂടി നോക്കാം. ടീം എയുടെ ഒന്ന് നോക്കാം. നന്നായിട്ടുണ്ട്. ഇതിൽ ഏതാണ് ബെറ്റർ എന്ന് പറയാൻ ഇപ്പൊ ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നുണ്ടല്ലോ എനിക്ക് മുഖം കാണുമ്പോ, അല്ലേ? ഓക്കെ അല്ലേ? ഇഷ്ടപ്പെട്ടില്ലേ? ഇതാണ് മോള് ചെയ്തത്. ഇനി ഇവരെ ഒന്ന് കഴിച്ചു നോക്കിക്കേ. ഇത് ടീം ബിയുടെ ആണ്.
ഇഷ്ടപ്പെട്ടോ? കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. എന്താ ഇവര് ടീം എ ചെയ്തുകൊണ്ടാണോ കുഴപ്പമില്ലെന്ന് പറഞ്ഞത്? നന്നായിട്ടുണ്ടോ? സൂപ്പർ ആയിട്ടുണ്ടോ? ഏറ്റവും കൂടുതലും കൊള്ളാവുന്ന ബി ഗ്രൂപ്പിന്റെ. ബി ഗ്രൂപ്പിന്റെ ആണ്. മോൾക്ക് എന്താ തോന്നുന്നത്? ആണ് മോൾക്ക് എന്താ തോന്നിയത്? ഏറ്റവും കൂടുതൽ കൊള്ളാവുന്ന ആരുടെയാണ്? എ ഗ്രൂപ്പിന്റെ. അപ്പൊ ഇന്ന് നമുക്ക് ഇവർ രണ്ടുപേരും കൺഫ്യൂഷനിലായി. ഇപ്പൊ നമ്മൾ എങ്ങനെ പ്രഖ്യാപിക്കും? നമുക്ക് രണ്ടുപേർക്കും ഒരേപോലെ പ്രൈസ് കൊടുത്തേക്കാം. ഓക്കെ, പക്ഷെ എന്നാലും നമുക്ക് ഞാൻ കണ്ണുടച്ചൊരു പ്ലേറ്റ് എടുക്കാം. അത് എനിക്കിപ്പോ മാർഗമുള്ളൂ. മതി മതി മതി. എന്നാൽ ഞാൻ ഇവർക്ക് ഫസ്റ്റ് പ്രൈസ് ആദ്യം കൊടുത്തു. ബി ഗ്രൂപ്പിന്. ഓക്കെ, അപ്പൊ നല്ലൊരു കൈയടി. ഒട്ടും വിഷമിക്കേണ്ട, സെക്കൻഡ് ഒന്നുമില്ല, നിങ്ങള് ഫസ്റ്റ് തന്നെയാണ്. സമ്മാനം ഒരേപോലത്തെ സമ്മാനം. കണ്ണുടച്ച് മേടിച്ചാ എടുത്ത കേട്ടോ. അതാണ്.